അനുമോള് കാശ് കൊടുത്തിട്ടാണെങ്കിൽ പിന്നെ ആളുകൾ സപ്പോർട്ട് ചെയ്യുക. എനിക്കെന്നാൽ അനുമോളുടെ വീട്ടിൽ പോയി പൈസ വാങ്ങിക്കാൻ പറ്റും. PR വെച്ചിട്ട് നമുക്ക് എത്ര നാളതിൻ്റെ അത് നിൽക്കാൻ പറ്റും? നമ്മൾ ഇപ്പോൾ ഒരു PR എന്ന് പറയുന്നത് ഒരു 5 പേര് 10 പേരുണ്ടാവും. അപ്പോൾ അവർ വോട്ട് പിടിക്കുകയാണെങ്കിൽ എത്ര വോട്ട്? 1 ലക്ഷം വോട്ട് പിടിക്കാൻ പറ്റും. 1 ലക്ഷം വോട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എത്രയോ വോട്ട് വേണം? എത്ര ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അനുമോൾ അതിനകത്ത് നിൽക്കുന്നത്. PR മാത്രമല്ല, PR എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോയോ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഏഷ്യാനെറ്റ് ഇടുന്ന കൊളാബ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് PR എന്നാണെങ്കിൽ ബിഗ് ബോസിൽ പോയി എല്ലാ ആളുകൾക്കും PR ഉണ്ട്. കാര്യം ഞാൻ പോയ സീസൺ തൊട്ട് ആണ് PR ഇല്ലാത്ത സീസണും. അതിന് മുമ്പത്തുള്ള എല്ലാ സീസണും അവരുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒരു വ്യക്തിയെ ഏൽപ്പിച്ചിട്ട് അവർ പോവാണ്. അപ്പോൾ അവരുടെ ബൂസ്റ്റിങ്ങുകളും വീഡിയോസും പോസ്റ്റുകളും വോട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ അത് PR ഒന്നല്ല, അതൊരു ബ്രാൻഡിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ബ്രാൻഡ് പ്രൊമോഷനാണ്. അതിനൊരു PR എന്ന് എനിക്കറിയില്ല. നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നൊരു കുറച്ച് ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുമോളെ ഞാൻ PR ചെയ്തിട്ടാണ്, എനിക്ക് അനുമോള് കാശ് തന്നിട്ടാണോ ഞാൻ അവളെ പ്രൊമോട്ട് ചെയ്യുന്നത്? എന്നെപ്പോലെ തന്നെ ആയിരങ്ങൾ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ലക്ഷക്കണക്കിന് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു. അവിടുന്ന് കാശ് കൊടുത്തിട്ട് അനുമോള് കാശ് കൊടുത്തിട്ടാണെങ്കിൽ പിന്നെ ആളുകൾ സപ്പോർട്ട് ചെയ്യുക. എനിക്കെന്നാൽ അനുമോളുടെ വീട്ടിൽ പോയി പൈസ വാങ്ങിക്കാൻ പറ്റില്ല.